കർത്താവായ യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ പിറക്കുകയും അതേ സമയത്ത് തന്നെ ഒരു നക്ഷത്രം ഉദിക്കുക. ഈ നക്ഷത്രത്തെ അന്വേഷിച്ച് കിഴക്ക് നിന്ന് 3 വിദ്വാൻമാർ കഴുതപ്പുറത്ത് പൊന്നും മൂറും കുന്തിരിക്കവുമായിട്ട് വരികയും ചെയ്തപ്പോൾ ഈ വിവരം ചാരചക്ഷുസ് വഴി അന്നത്തെ റോമ ചക്രവർത്തി അറിയാനിടയിൽ. യഹൂദന്മാർക്ക് രാജാവ് പിറന്നു എന്നറിഞ്ഞപ്പോൾ ഈ റോമക്കാരുടെ രാജാവിന് തീരെ സഹിച്ചില്ല. രാജാവ് ഉടനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഈ മഹാരാജ്യത്ത് ജനിച്ചിട്ടുള്ള 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും കൊന്ന് അവരെ ചോര ഒഴുകാൻ. യേശുക്രിസ്തു അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നാണ് നമ്മുടെ ക്രിസ്തു പുരാണം പറയുന്നത്. എന്ന് മാത്രമേ ശരിയുണ്ട് എന്നറിയില്ല. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു കാര്യം ശരിയാണ്. നമ്മുടെ കേരള ചക്രവർത്തി പിണറായി മഹാരാജ അദ്ദേഹത്തിൻ്റെ മരുമകന് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള എല്ലാ ആളുകളെയും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തട്ടിക്കളയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ തീരുമാനം ഇന്നോ ഇന്നലെ കൈക്കൊണ്ടതല്ല. മകളെ റിയാസിനെ കൈപിടിച്ചു കൊടുത്തപ്പോൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മുതിർന്ന നേതാക്കളായ ജി സുധാകരൻ, തോമസ് ഐസക്, ഇ.പി. ജയരാജൻ, സി രവീന്ദ്രനാഥ്, എ.കെ. ബാലൻ എന്നിങ്ങനെ 5 മന്ത്രിമാർക്കും പിന്നെ മുതിർന്ന എം.എൽ.എമാരായിരുന്ന രാജു അബ്രഹാം, കെ.വി. അബ്ദുൽ ഖാദർ, അതിൽ എ. പ്രദീപ് കുമാർ, എസ്. ശർമ്മ മുതലായവർക്കും സീറ്റ് നിഷേധിച്ചുകൊണ്ട് തുടങ്ങി വെച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കെ.കെ. ശൈലജ, അതുപോലെ എ.സി. മൊയ്തീൻ മുതലായ ആൾക്കാർക്കെതിരെ ഇതേ നമ്പർ തന്നെ ഇറക്കി. മൊത്തം പുതുമുഖങ്ങളെ വെച്ചൊരു മന്ത്രിസഭ ഉണ്ടാക്കി. അവിടെ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ എന്ന് പറഞ്ഞ പോലെ മരുമകനെ മരാമത്ത് മന്ത്രിയാക്കി. ആദ്യമായിട്ട് ജയിക്കുന്ന ഒരാൾക്ക് മരാമത്ത് വകുപ്പിന് കൊടുത്ത പരിചയം ചരിത്രം കേരളത്തിലില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് പോലും കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള കേരള രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ മകളെ കിട്ടിയെന്ന് ഏക യോഗ്യത മൂലം ഇദ്ദേഹം മരാമത്ത് മന്ത്രിയുമായി ടൂറിസം മന്ത്രിയുമായി പാർട്ടിയിൽ 2ാമനായി. നിയമസഭാ നടപടികൾ നടക്കുമ്പോൾ അത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം. ഈ മാർക്സിസ്റ്റ് എം.എൽ.എമാരെല്ലാവരും ആദ്യം പിണറായി വിജയനെ സ്തുതിക്കും, അത് കഴിഞ്ഞ് റിയാസിനെ സ്തുതിക്കും. ഞങ്ങളുടെ ഹിന്ദു പുരാണം അനുസരിച്ച് കാവ്യരചന തുടങ്ങുമ്പോൾ അത് എഴുത്തച്ഛനായാലും ശരിയാണ്, കുഞ്ഞുനമ്പ്യാരായാലും ശരി, ആദ്യം ഗണപതിയെ സ്തുതിക്കും, പിന്നെ സരസ്വതിയെ സ്തുതിക്കും. അതുപോലെയാണ് നിയമസഭയിൽ മാർക്സിസ്റ്റ് അംഗങ്ങൾ ആദ്യം തന്നെ പിണറായി മഹാരാജാവിനെ സ്തുതിക്കും, പിന്നെ യുവരാജാവായ റിയാസിനെ സ്തുതിക്കും. അത് കഴിഞ്ഞിട്ട് പറയാമെന്ന കാര്യം പറയും. അപ്പോൾ ഇത് ഒരു നടപടിക്രമമായി പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംഘടിപ്പിച്ചപ്പോഴും മരുമകനെ പുള്ളി സെക്രട്ടേറിയറ്റിലേക്ക് ഉയർത്തി. സെക്രട്ടേറിയറ്റിൽ നടന്ന തല മുതിർന്ന അംഗങ്ങൾ മുഴുവനും വീട്ടിൽ പറഞ്ഞു. പാർട്ടിയിൽ 75 വയസ്സിൻ്റെ പ്രായപരിധി ഉണ്ട്. ആ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒരുപാട് പേരെ ഒഴിവാക്കി. അങ്ങനെ ജി സുധാകരൻ അടക്കമൊക്കെ ഒഴിവാക്കപ്പെട്ടു. അതൊക്കെ വേറെ വിഷയമാണ്. ഞാനിപ്പോൾ പറയാൻ വന്നത്, ഈ വരാൻ പോകുന്ന നിയമസഭ തെരഞ്ഞെടുപ്പിൽ പുള്ളി ഈ വെട്ടിനിറത്തലിൻ്റെ 4ാം ഘട്ടം നടപ്പാക്കുകയാണ്. അങ്ങനെ കുറേ അധികം ആൾക്കാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. പുള്ളിയുടെ സിൽബന്ധികൾക്ക് എല്ലാവർക്കും സീറ്റുണ്ട്. പിണറായി മഹാരാജാവിനെയും യുവരാജാവിനെയും സ്തുതിക്കുന്ന എല്ലാവർക്കും സീറ്റ് കൊടുക്കുന്നുണ്ട്. എന്നാൽ സ്തുതിക്കാത്തവർക്ക് ആർക്കും ഇത്തവണ സീറ്റില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സീറ്റ് നിഷേധിക്കപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ നിയമസഭാ സ്പീക്കർ എം ഷംസീർ. ഷംസീർ സഖാവിനോട് പറഞ്ഞു, സഖാവ് സഭാനാഥനാണ്, അങ്ങനെ നാഥനായിട്ട് തന്നെ ഇരുന്നാൽ മതി. തലശ്ശേരി മണ്ഡലത്തിൽ മത്സരിക്കാൻ ഞങ്ങൾ വളരെ യോഗ്യനായ, സൗമ്യനായ, സ്നേഹസമ്പന്നനായ അയാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കാരായി രാജൻ എന്നാണ്. തലശ്ശേരിയിൽ ഫസൽ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരന്, അയാൾ NDF-കാരനായിരുന്നു. വെട്ടിക്കൊന്ന കേസിൽ പ്രധാന പ്രതിയാണ് ഈ കാരായി രാജൻ. കാരായി രാജന് കാരായി ചന്ദ്രശേഖരൻ പറഞ്ഞതിൻ്റെ ആസൂത്രകരായിരുന്നു. അവർ CBI കേസിൽ പ്രതികളാണ്. അങ്ങനെ പ്രതികളായിരിക്കുന്ന സമീപകാലം വരെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാൻ വിലക്കുണ്ടായിരുന്ന ഈ ധീര സഖാവിനെയാണ് ഇനി പാർട്ടി എവിടെ മത്സരിപ്പിക്കുന്നത്? തലശ്ശേരി മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത്. എന്നാൽ ധർമ്മടത്ത് മത്സരിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. 4ാമതോ 5ാമതോ 6ാമതോ എന്ന് മത്സരിച്ചാലും കുഴപ്പമില്ല. ഷംസീറിന് വിലക്കാണ്. തലശ്ശേരി കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് ഉണ്ടോ ധർമ്മടം. അപ്പോൾ ഷംസീറിന് ഇത്തവണ സീറ്റില്ല. സഖാവ് ഇനി വേണമെങ്കിൽ AKG ആശുപത്രിയുടെ പ്രസിഡന്റായിട്ടോ അല്ലെങ്കിൽ EMS ലൈബ്രറിയുടെ സെക്രട്ടറി ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ പ്രവർത്തിക്കും. പിന്നെ പാർട്ടിയുടെ ഏത് മീറ്റിങ്ങിൽ വിളിച്ചാലും പോകാം, പ്രസംഗിക്കാം, DA കിട്ടി അതും മേടിക്കാം. ഇത്രയുള്ള കാര്യം. അപ്പോൾ ഷംസീർ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ അച്ചടക്കമുള്ള അല്ലെങ്കിൽ അടിമത്ത മനോഭാവമുള്ള ഒരു സഖാവായിട്ട് കുറച്ചാൾ കൂടി തുടരാം. അല്ലെങ്കിൽ അബ്ദുള്ള കുട്ടിയെ പോലെ ബുദ്ധിപൂർവ്വം കോൺഗ്രസിലേക്ക്, കുറച്ചുകൂടി കഴിഞ്ഞ് BJP-യിലേക്ക് പോകാം. അതുമല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഉപേക്ഷിച്ച് വേണമെങ്കിൽ ഗൾഫിൽ പോകാം.
എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ ഷംസീറിൻ്റെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യമുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇനി അങ്ങോട്ട് ഗതിയില്ല. ഇനി അധോഗതിയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് ആട് കടിച്ചു എന്നുകൂടി പറയാം. ഈ മറ്റ് ജീവികളെ അപേക്ഷിച്ച് ആടിനൊരു പ്രത്യേകതയുണ്ട്. ഏത് ചെടിയുടെ ഇല കടിക്കണോ അതിൻ്റെ കൂമ്പ് നോക്കി കടിക്കും. പിന്നെ അതിന് വളർച്ചയില്ല. ഒന്നുകിൽ അവിടെ നിന്ന് മുരടിച്ചു പോവുക, അല്ലെങ്കിൽ ഉണങ്ങിപ്പോയി. അതാണ് രാഷ്ട്രീയ ഭാവി ആട് കടിച്ചു എന്ന് പറയുന്നതിൻ്റെ രസം. അപ്പോൾ ഷംസീറിൻ്റെ കാര്യം ഇതോടെ തീരുമാനമായി. 2 തവണ MLA ആയി. ഇനി MLA പെൻഷൻ കിട്ടും. അതിൽ നിന്ന് പാർട്ടി ലെവി കൊടുക്കേണ്ട വരും, പാർട്ടിയിൽ തുടരുന്നിടത്തോളം കാലം. ഇനി പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ വേറെ ഏതെങ്കിലും ലാവണത്തിലേക്കോ മത്സരിച്ച് ജയിച്ച് മെമ്പറായി കളയാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ റിയാസ് യുവരാജാവിൻ്റെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പെട്ടിപിടുത്തക്കാരനായിട്ടോ പട്ടിപിടുത്തക്കാരനായിട്ടോ പോകേണ്ടി വരും. നമ്മുടെ ഡബിൾ റഹീം നിൽക്കുന്ന പോലെ നിന്നാൽ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ കഴിയും. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അബ്ദുള്ള കുട്ടിയെ പോച്ചി അടിച്ച ഈ രാകേഷിനെ പോലെയുള്ള ചിന്തകന്മാർ ഇപ്പോഴും അവിടെ ഉണ്ട്. പിന്നെ പുത്തലത്ത് ദിനേശനെ പോലുള്ള ബുദ്ധിജീവികളുണ്ട്, മറ്റു പല ആൾക്കാരും ഉണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നേരെ പറ്റി ഡബിൾ റഹീമിനെ നോക്കും. അദ്ദേഹം ഈ ശ്രീരാമൻ്റെ മുമ്പിൽ ഹനുമാൻ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പറ്റി? രാജ്യസഭ മെമ്പറാവാൻ പറ്റി. രാജ്യസഭയിൽ ഇംഗ്ലീഷിൽ വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി പേരെടുക്കാൻ സാധിച്ചു. ഇവിടെ മാത്രമല്ല, എന്താണ്, ഛത്തീസ്ഗഡിൽ പോയിട്ടും കർണാടകത്തിൽ പോയിട്ടും ഇംഗ്ലീഷ് പറയാൻ പറ്റി. അങ്ങനെ മൊത്തം ആളുകളെ പ്രബുദ്ധരാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയും കൂടി കിട്ടിയിരിക്കുകയാണ്. സഖാവ് വി ജോയ് വർക്കലയിൽ നിന്ന് മത്സരിക്കുകയാണ്. ജോയി ജയിച്ചാൽ റഹീമായിരിക്കും അടുത്ത ജില്ലാ സെക്രട്ടറി. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങളെത്തി. പാവ ഷംസീറിൻ്റെ അവസ്ഥവും അദ്ദേഹത്തിൻ്റെ ഗതി അധോഗതിയായി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പിണറായി മഹാരാജാവിനെ മാത്രം മാനിക്കാൻ പോരാ, യുവരാജാവിനെയും മാനിക്കണം. എൻ്റെ മരുമകനെ മാനിക്കാത്തവന് എന്നെ മാനിക്കാത്തവന് തുല്യമാണ് എന്നാണ് ഇതിൻ്റെ ഈ അടിസ്ഥാന തത്വം. ഞങ്ങൾ വക്കീലന്മാരുടെ ഭാഷ പറഞ്ഞ റേഷ്യോ എന്ന് പറയും. ഇതിൻ്റെ റേഷ്യോ ഇതാണ്. നമ്മുടെ ഷംസീർ നിയമബിരുദധാരിയാണ്. അദ്ദേഹത്തിന് ആലോചിക്കുക മനസ്സിലാവും എന്താണ് റേഷ്യോ എന്നത്. അപ്പോൾ ഇനി മേലിൽ യുവരാജാവിനെ വന്ദിക്കാതെ ആരെയും മഹാരാജാവ് ഗൗനിക്കുകയില്ലാത്ത മാത്രമല്ല, അവൻ്റെ രാഷ്ട്രീയ ഭാവി ആട് കടിച്ചു പോയി. ലാൽ സലാം.